തൃശൂർ പൂരം വെടിക്കെട്ട് ഉപേക്ഷിച്ചത് പുനഃപരിശോധിച്ച യോഗത്തിൽ സുരേഷ് ഗോപി പങ്കെടുത്തതായി തിരുവമ്പാടി ദേവസ്വം ജോയിന്റ് സെക്രട്ടറിയുടെ മൊഴി. പൂരം കലങ്ങിയ ദിവസം വത്സൻ തില്ലങ്കേരിയും ബി ഗോപാലകൃഷ്ണനും ബന്ധപ്പെട്ടു. ദേവസ്വം സെക്രട്ടറിയെ ഫോണിൽ വിളിച്ച ശേഷമാണ് സുരേഷ് ഗോപി എത്തിയതെന്നും പി ശശിധരന്റെ മൊഴിയിലുണ്ട്. കെ.ആർ. സാജു വിശദാംശങ്ങൾ നൽകും. സാജു, പൂരം അലങ്കോലമായ ദിവസം BJP നേതാക്കളുടെ ഇടപെടൽ വ്യക്തമാക്കുന്നതാണോ ഇപ്പോൾ ദേവസ്വം ജോയിന്റ് സെക്രട്ടറിയുടെ മൊഴി? BJP നേതാക്കളുടെയും അന്ന് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ BJPയുടെ സ്ഥാനാർത്ഥിയായിരുന്ന സുരേഷ് ഗോപിയുടെയും ഇപ്പോഴത്തെ കേന്ദ്ര സഹമന്ത്രിയുടെയും സാന്നിധ്യങ്ങൾ വ്യക്തമാക്കുന്ന മൊഴിയാണ് തിരുവമ്പാടി ദേവസ്വം ജോയിന്റ് സെക്രട്ടറി പി ശശിധരൻ നൽകിയിരിക്കുന്നത്. RSS നേതാവ് വത്സൻ തില്ലങ്കരിയും BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബി ഗോപാലകൃഷ്ണനും ആ ദിവസം തിരുവമ്പാടി ദേവസ്വവുമായി ബന്ധപ്പെട്ടിരുന്നു എന്നാണ് മൊഴിയിലുള്ളത്. കഴിഞ്ഞ പൂരത്തിൽ മാത്രമാണ് പതിവില്ലാത്ത വത്സൻ തില്ലങ്കരിയുടെ സാന്നിധ്യം ശ്രദ്ധിച്ചതെന്നും വെടിക്കെട്ട് ഉപേക്ഷിച്ച തീരുമാനം പുനഃപരിശോധിക്കാൻ ചേർന്ന യോഗത്തിലേക്ക് സുരേഷ് ഗോപി പങ്കെടുത്തിട്ടുണ്ട് എന്നും ആ മൊഴിയിലുണ്ട്. ഇത് ദേവസ്വത്തിന്റെ ടാഗ് ധരിച്ചെത്തിയ ആൾ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് സുരേഷ് ഗോപിയുമായി ദേവസ്വത്തിന്റെ സെക്രട്ടറി ഫോണിൽ സംസാരിച്ചത്. തുടർന്ന് 10 മിനിറ്റിനകം സുരേഷ് ഗോപി അങ്ങോട്ട് എത്തുമെന്ന് അറിയിക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് സുരേഷ് ഗോപി അങ്ങോട്ട് എത്തിയത് എന്ന് പറയുന്നു. പിന്നീട് സംഭവങ്ങളെ കുറിച്ചാണ് പറയുന്നത്. രാത്രിയിൽ മഠത്തിൽ വരവ് വരുന്ന എഴുന്നള്ളത്തിനൊപ്പം എത്തിയവരെ പോലീസ് തടഞ്ഞതിൽ പ്രതിഷേധിച്ചാണ് നടുവിലാലിലും നായിക്കനാലിലുമുള്ള പന്തലുകളിൽ വെളിച്ചം കെടുത്തിയതെന്നും മഠത്തിൽ വരവ് ഒരാനപ്പുറത്ത് മാത്രമായി ചുരുക്കിയത് എന്നുമൊക്കെയുള്ള വിവിധ മൊഴികൾ നേരത്തെ പുറത്തു വന്നതുമായി ബന്ധപ്പെട്ട മൊഴികൾ പറഞ്ഞതിന് ശേഷം തന്നെയാണ് ഇതിലേക്ക് പറയുന്നത്. തുടർന്നാണ് ഈ മൊഴിയിലുള്ളത്. ദേവസ്വം ഓഫീസിൽ ചർച്ച നടക്കുമ്പോൾ ദേവസ്വം സെക്രട്ടറി ഗിരീഷ് കുമാറിനെ സുരേഷ് ഗോപി ഫോണിൽ വിളിച്ചു. 10 മിനിറ്റിനകം വത്സൻ തില്ലങ്കേരിക്കും ഗോപാലകൃഷ്ണനൊപ്പം സുരേഷ് ഗോപി ഓഫീസിൽ എത്തിയെന്ന് ആണ് ആ മൊഴിയിൽ ഉള്ളത്. പ്രധാനമായും ഈ മൊഴിയിൽ പോലീസിന്റെ വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കുന്നു. ഈ അവസരത്തിലാണ് തങ്ങൾക്ക് പിന്തുണയുമായി ഇവർ എത്തിയത് എന്ന കാര്യം പറയുന്നുണ്ട്. ദേവസ്വം എടുക്കുന്ന ഏത് തീരുമാനത്തിനും ഒപ്പമുണ്ടാകും എന്ന് വത്സൻ തില്ലങ്കേരിയും ബി ഗോപാലകൃഷ്ണനും അറിയിച്ചു എന്ന കാര്യം. ഞാൻ സാജുവിലേക്ക് വരാം. ഇപ്പോൾ തിരുവമ്പാടി ദേവസ്വം ജോയിന്റ് സെക്രട്ടറി പി ശശിധരൻ തന്നെ ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ ശശിധരൻ, താങ്കൾ നൽകിയ മൊഴിയുടെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിൽ വ്യക്തമായി പറയുന്നുണ്ട് സുരേഷ് ഗോപി യോഗത്തിൽ പങ്കെടുത്തു, അതോടൊപ്പം മറ്റ് BJP നേതാക്കളൊക്കെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടു എന്ന്. അപ്പോൾ ഇത് കൃത്യമായി ഈ അലങ്കോലമായ ദിവസം, പൂരം അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ച ദിവസം എന്ന് വേണമെങ്കിൽ പറയാം, ആ ദിവസങ്ങളിൽ BJP നേതാക്കൾ കാര്യക്ഷമമായി തന്നെ വിഷയത്തിൽ ഇടപെട്ടു എന്നല്ലേ ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്? അല്ല, എന്റെ മൊഴിയില് അന്നുണ്ടായ സംഭവങ്ങളാണ് ഞാൻ മൊഴി കൊടുത്തിട്ടുള്ളത്. അതില് BJP നേതാക്കന്മാര് മാത്രമല്ല, അന്ന് കോൺഗ്രസ് നേതാക്കന്മാരും CPM-ന്റെയും CPI-യുടെ നേതാക്കന്മാരും തിരുവമ്പാടി ദേവസ്വം ഓഫീസിലെത്തിയവര് ഞങ്ങൾക്ക് എല്ലാ പിന്തുണയും അവര് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അപ്പൊ അതിലൊരു ഭാഗം മാത്രം എടുത്ത് അത് വലിയ കൊട്ടിഘോഷിക്കേണ്ട കാര്യമില്ല. ഒന്നാമത് പൂരം കലക്കി എന്ന് പറയണേല് യാതൊരു അടിസ്ഥാനവും ഇല്ല. എന്ന് വെച്ചാൽ പൂരം ഞങ്ങള് 2023 ഞങ്ങൾക്കുണ്ടായ അനുഭവത്തിന്റെ വെളിച്ചത്തില് ഞങ്ങള് ആവശ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ് പല മീറ്റിങ്ങുകളിലും. എന്ന് വെച്ചാൽ ഞങ്ങളുടെ എഴുന്നള്ളിപ്പ് രാത്രി നായകനാൽ പന്തലില് പുലർച്ചെ 2 മണിക്ക് അവസാനിച്ചതിന് ശേഷമേ റൗണ്ടിൽ നിന്ന് ആളുകളെ മാറ്റാൻ പാടുള്ളൂ എന്ന് കൃത്യമായി നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഈ അങ്കിത് അശോകൻ കമ്മീഷണറായി വന്ന ആ 2 കൊല്ലമാണ് ഇത്രയും ഞങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ 2023 ഉണ്ടായ ആ പ്രശ്നം ആവർത്തിക്കരുത് എന്ന് മീറ്റിംഗിൽ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ആ 2024 പൂരത്തിന് ഉണ്ടായ പ്രശ്നങ്ങൾ രാവിലെ തൊട്ട് എഴുന്നള്ളിപ്പിലും അതേമാതിരി മഠത്തിൽ വരവ് എഴുന്നള്ളിപ്പിനും തെക്കോട്ടിറക്കത്ത് കൊടമാറ്റത്തിന്റെ സമയത്തുണ്ടായ പ്രശ്നങ്ങളും അതൊക്കെ ഞങ്ങൾ സഹിച്ചു. പിന്നെ രാത്രി വെടിക്കെട്ടിന്റെ സമയത്ത് പാറമേക്കാവ് ദേവസ്വത്തിന്റെ വെടിക്കെട്ട് മാഗസിൻ പൂട്ടിവെച്ച് ആ താക്കോല് കൊണ്ടുപോയി ഇനി എല്ലാ എഴുന്നള്ളിപ്പുകളും കഴിഞ്ഞതിന് ശേഷമാണ് വെടിക്കെട്ട് പണികൾ ആരംഭിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അവര് പാറമേക്കാവ് ദേവസ്വത്തിന്റെ ഭാരവാഹികള് തിരുവമ്പാടി ദേവസ്വത്തിന്റെ വെടിക്കെട്ട് പുറയിൽ വരികയും ആ വിവരം ഞാൻ പ്രസിഡന്റിനെ സെക്രട്ടറിനെ അറിയിക്കുകയും അവരവിടെ എത്തുകയും ഞങ്ങള് പാറമേക്കാവ് വെടിക്കെട്ട് നടത്തിയില്ലെങ്കിൽ തിരുവമ്പാടി വെടിക്കെട്ട് നടത്തുന്നില്ല എന്ന് ഞങ്ങളവിടെ പ്രഖ്യാപിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ഈ മഠത്തിൽ വരവിന് എഴുന്നള്ളിപ്പിന്റെ അവിടെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ആയിരിക്കാം. ശ്രീ ശശിധരൻ, ഇവിടെ അജിത് കുമാറിന്റെ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. അതിൽ പറയുന്നത് തിരുവമ്പാടി ദേവസ്വത്തിലെ ചിലർ
ചിലർ തൽപര കക്ഷികളുമായി ഗൂഢാലോചന നടത്തി. അതിനെ പിന്നാലെയാണ് പൂരം അലങ്കോലമായത് എന്നാണ്. അപ്പോൾ ഇവിടെ പറയുന്നു സുരേഷ് ഗോപിയും വത്സൻ തില്ലങ്കേരിയും അടക്കമുള്ളവർ ബന്ധപ്പെട്ടു. ദേവസ്വം സെക്രട്ടറിയൊക്കെ ഫോണിൽ വിളിച്ച ശേഷമാണ് സുരേഷ് ഗോപി അവിടെ യോഗത്തിലെത്തിയത് എന്നൊക്കെ പറയുമ്പോൾ വീണ്ടും സംശയങ്ങൾ ഉയരുകയില്ലേ? അല്ല, അതിൽ സംശയിക്കേണ്ട കാര്യം അത് ഇലക്ഷൻ നടക്കുന്ന സമയമായിരുന്നു. ലോക്സഭ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ഉണ്ടായിട്ടുള്ള ഈ ഒരു പൂരത്തിന് അവിടെ പെരുമാറ്റച്ചട്ടം ഉണ്ടായിരുന്നു. അവിടെ വേറെ മറ്റേ മന്ത്രിമാരോ മറ്റുള്ള ആളുകളോ അവിടെ ഉണ്ടായിരുന്നില്ല. ഈ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതുകൊണ്ട് പോലീസിനായിരുന്നു, ജില്ലാ കളക്ടർക്കുമായിരുന്നു അധികാരം. അപ്പൊ ആ സമയത്ത് ഈ ഒരു പ്രശ്നം ഉണ്ടായപ്പോ അവിടെ ഉണ്ടായിരുന്ന ടൗണിൽ ഉണ്ടായിരുന്ന പല നേതാക്കന്മാരും അവിടെ എത്തി. അതിന്റെ കൂട്ടത്തിലാണ് BJPയുടെ നേതാക്കന്മാരും എത്തിയിട്ടുള്ളത്. ഉള്ള കാര്യമാണ് മൊഴിയായിട്ട് പറഞ്ഞത്. അതില് വേറെ രീതിയിൽ ഇതില് യാതൊരുവിധ ഇതും കാണേണ്ട ആവശ്യമില്ല. പിന്നെ ഞാൻ കൊടുത്ത മൊഴി അന്ന് നടന്ന സംഭവത്തിനെ കുറിച്ചിട്ടാണ്. അതില് BJP നേതാക്കന്മാര് മാത്രമല്ല, കോൺഗ്രസിന്റെ നേതാക്കന്മാരും CPMന്റെയും CPIയുടെ നേതാക്കന്മാരും അവിടെ എത്തിയിരുന്നു. ഞങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു എന്ന് ഞങ്ങൾ കൃത്യമായി ആ മൊഴിയിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ BJP നേതാക്കന്മാർക്ക് അവരുടെ കാര്യങ്ങൾ മാത്രം എടുത്ത് അത് ഒരു സംശയത്തിന്റെ ഇതിലേക്ക് കൊണ്ടുവരേണ്ട യാതൊരു കാര്യമില്ല. ശരി, അത്തരത്തിൽ സംശയത്തിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമില്ല എന്നാണ് തിരുവമ്പാടി ദേവസ്വം